ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കുറച്ച് ദിവസങ്ങളായി പോലീസുകാരെല്ലാം നമ്മുടെ ഈ വീട്ടുമുറ്റത്തുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ആരെങ്കിലും കൊന്നോ? നമുക്ക് ഈ ജാനകിയമ്മയുടെ വീട്ടിൽ തന്നെ ആദ്യം പോവാം. ജാനകിയമ്മ, ജാനകിയമ്മ, ജാനകിയമ്മ. ആരാ? എന്താ വേണ്ടത്? ജാനകിയമ്മ. ജാനകിയമ്മയോ? അതാരാ? നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഞങ്ങൾക്ക് ആള് തെറ്റിയിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ ജാനകിയമ്മയല്ലേ താമസിക്കുന്നത്? ആരാടാ ഈ ജാനകിയമ്മ? പാട്ടുകാരി ജാനകിയമ്മയാണോ? ജാനകിയെ കൊച്ചിന് ആരെയാ വേണ്ടത്? ഇവിടെ ജാനകിയും ഇല്ല, ജാനമ്മയും ഇല്ല. ഞങ്ങള് കുറച്ചുപേര് തമാശയും ചീട്ടുകളുമായിട്ട് കഴിയുക. കാരണവരിൽ നിന്ന് മുഷിയണ്ട. വേണേ കേറിയിരുന്ന ഒരു കൈ ചീട്ട് കളിക്കാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കളക്ടർ ഓഫീസിൽ നിന്നാ. അയ്യോ, അതിന് ഞങ്ങൾക്ക് കുറച്ചിലൊന്നുമില്ല. ഞങ്ങൾ ആരുടെ കൂടെയും ചേസ് പറയും, ചീട്ടും കളിക്കും. നിങ്ങൾക്ക് ആരാ? അത് ശരി, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇത് നല്ല കളി. നിങ്ങളുടെ വീടോ? പഞ്ചായത്തിന്റെ റെക്കോർഡ് പ്രകാരം ഈ വീട്ടിൽ ഒരു ജാനകിയമ്മയാ താമസിച്ചിരുന്നത്. അതൊന്നും എനിക്കറിയില്ല. കുറെ അധികം നാളായിട്ട് ഞങ്ങളാ താമസിക്കുന്നത്. മഹേന്ദ്ര മുതലാളിയുടെ കമ്പനിയിലെ തൊഴിലാളികളാ. എന്താടാ ഇവരൊക്കെ ആരാ? സെൻസസ് ആണോ? നിങ്ങളാരാ? ഞങ്ങളിതാ ഈ വീട്ടിൽ താമസിക്കുന്നവരാ. സരോജിനിയുടെ ഭർത്താവാണോ? സരോജിനിയോ? ഏത് സരോജിനി? ഇവിടെ താമസിക്കുന്നത് ഞാനും ഉദയനും സ്റ്റീഫനും ഒക്കെയാ. ഞങ്ങള് മഹേന്ദ്ര മുതലാളിയിലെ കമ്പനിയിലെ തൊഴിലാളികളാ. പിന്നെ ഈ പറയുന്ന സരോജിനെ ഭാര്യയായി കിട്ടിയാ ഞാൻ വേണ്ടാന്നൊന്നും വെക്കൂല കേട്ടോ. ഞാൻ റെഡിയാ. എവിടെയാ വരേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. നീക്ക് ആരോടോ സംസാരിക്കുന്ന അറിയാമോ? കളക്ടർ ഓർഡർ ഉണ്ട് ഇവിടെ താമസിക്കുന്നവരെ അടിച്ച് പുറത്താക്കാൻ. അത് ശരി. അപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കളക്ടറുടെ ഓർഡറാ, അതനുസരിക്കേണ്ടി വരും. ഞങ്ങൾക്കൂടെ താമസിക്കാൻ സൗകര്യം ഒരുക്കതേ മഹേന്ദ്ര മുതലാളിയാ. മഹേന്ദ്ര മുതലാളി പറയാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. അതിപ്പോ പട്ടാളം വന്നാലും മാറില്ല. എന്താ പ്രശ്നം? ആരാ ഇവര്? ഇവർക്കെന്താ വേണ്ടത്? ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്നാ പറയുന്നത്. കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന്. മാഡം, ഇതേ മഹേന്ദ്ര മുതലാളിയുടെ കമ്പനിയിലെ തൊഴിലാളികളാ. നിങ്ങൾ പറഞ്ഞാലൊന്നും ഇവര് മാറത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുതലാളിയായിട്ട് സംസാരിക്കാം. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഇതേ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. ഇവിടെ അനധികൃതമായി കയ്യേറിയവരെ ഒഴിപ്പിക്കുക എന്നതാ ഞങ്ങളുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിക്ക് തടസ്സം വന്നാ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. ഈ പരുത്തിക്കുന്ന് കോളനി കയറി ഇവിടെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ പറ്റുന്ന പോലീസിനെ നിങ്ങൾ കൊണ്ടുവരുമെങ്കിൽ കൊണ്ടുവാ. അത്രയും വലിയ പോലീസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. നീയൊക്കെ ഈ വെല്ലുവിളി നടത്തുന്നത് ജില്ലാ കളക്ടറോടാണ്. അയ്യോ ചേട്ടാ, അതും ഇതും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. കളക്ടറല്ല മജിസ്ട്രേറ്റ് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. പോയി പറഞ്ഞേക്ക്, നിങ്ങളെ പറഞ്ഞയച്ചത് ആരായിരുന്നാലും അവരുടെ കളി പരുത്തിക്കുന്ന് കോളനി നടക്കില്ലാന്ന്. എന്റെ പിന്നെ അങ്ങനെ തന്നെ കാണാം. തോറ്റു മടങ്ങിപ്പോവല്ല ഞങ്ങള്. ഇതിനൊരു മറുപടിയും കൊണ്ട് ഞങ്ങൾ ഇനിയും വരും. അയ്യോ, വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു കത്തയച്ചാലും മതി. എത്രയായി? 50. ശാരി, ഇവളിത് എവിടെ പോയി കിടക്കുക? അടുപ്പിൽ 1-2 വിറക് കഷ്ണം എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവൂല. എവിടെ പോയി കിടക്കുവാണാവോ? എത്ര പറഞ്ഞാലും കേൾക്കൂല. അമ്മ ഇതാരെയാ ശകാരിക്കുന്നേ? നിന്റെ ചേച്ചിയെ, അല്ലാതെ പിന്നെ ആരെയാ? എനിക്കിപ്പോ ശകാരിക്കാനും ശാസിക്കാനും അവളൊരാളല്ലേ ഉള്ളൂ. എന്നാ പിന്നെ
കണക്കിനങ്ങ് ശകാരിച്ചേക്കാന്ന് കരുതിയല്ലേ? അല്ല, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് ശരി. കളക്ടറേറ്റിൽ പോയി കളക്ടറെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന പോലെ കളക്ടറുടെ അമ്മയെ കാണാനും മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്നാണോ? ആ, എങ്കിൽ ഞങ്ങളെ പോലെ ജോലിയില്ലാത്ത മക്കൾ കുഴഞ്ഞു പോയല്ലോ അമ്മേ. നീ ഇങ്ങനെ കൊള്ളി വെച്ച വർത്താനമായി വന്നിരിക്കുന്നെങ്കിലേ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. ഓ, എനിക്ക് അല്പം സ്വസ്ഥതയും സമാധാനവും വേണം. എന്താ അമ്മ ഇപ്പൊ ഉണ്ടായേ? ആ, അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഏ? അമ്മ ഇപ്പൊ പഴയ അമ്മയൊന്നുമല്ല. സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം, അത് മാത്രമാ ലക്ഷ്യം. അങ്ങനെയുള്ളവരോട് മാത്രമേ കൂട്ടുള്ളൂ. ഓ, അപ്പൊ പറഞ്ഞു വരുന്നത് ഞാനും വല്യച്ചൊക്കെ അമ്മയുടെ സ്വസ്ഥത കളയുന്നവരാണെന്നല്ലേ? മതിയായമ്മേ, അല്ലെങ്കിലും അമ്മ ഇത് തന്നെ പറയണം. ശ്യാമേ, നീ എന്തിനാ ഇപ്പൊ വന്നത്? ആ? അമ്മയെ കാണാനും അമ്മയുടെ ക്ഷേമം തിരക്കാനുമാണോ, അതോ അമ്മയെ സങ്കടപ്പെടുത്താനോ? അമ്മേ, ഞങ്ങളുടെ സങ്കടമൊക്കെ ആരോടമ്മേ പറയണ്ടേ? ഈ അച്ഛനോട് ചെന്ന് പറയാൻ പറ്റുമോ? പറയാൻ വാ പൊളിക്കുന്നതിന് മുന്നേ കടിച്ചു കയറാൻ നിൽക്കുവല്ലേ? ഉള്ളത് പറയാലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അത് അമ്മ തന്നെ പറയാൻ വേണം. ചോദിക്ക്, എന്താ നിനക്ക് അറിയേണ്ടത്? അമ്മേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കുറച്ച് ദിവസങ്ങളായി പോലീസുകാരെല്ലാം നമ്മുടെ ഈ വീട്ടുമുറ്റത്തുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ആരെങ്കിലും കൊന്നോ? അമ്മയാണെങ്കിൽ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ആരെയൊക്കെ പേടിച്ചിട്ടാ. എന്തൊക്കെയാ അമ്മ ഇവിടെ ശരിക്കും നടക്കുന്നേ? ആരാ അമ്മ ഈ വേലായുധൻ? അയാൾ എന്തിനാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? അമ്മ, അയാളും വിഷ്ണുവേട്ടനും തമ്മിൽ എന്താ ശത്രുത? അമ്മ തന്നെ എനിക്കിതിനെല്ലാം മറുപടി തരണം. പറയമ്മേ. മോളെ, അത് പിന്നെ അതെ ശാരദേ, ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 ചോദ്യമായാലോടി. നീ എന്താ CBI അതോ കേരള പോലീസോ അതോ ഇനി ക്രൈം ബ്രാഞ്ചോ? നീ ഞങ്ങളുടെ മോളാ, അല്ലാതെ നീ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആവരുത്. നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോ അത് തിരക്കാൻ പോലെയുള്ള ബന്ധം എനിക്ക് വീടുമായിട്ടില്ലെന്നാണോ അച്ഛൻ പറയുന്നേ? ശ്യാമേ, എടി, അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? നീ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നേ? അല്ല, അവള് ചോദിക്കുന്നതിലും കാര്യമില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അവൾക്ക് അവകാശമുണ്ട്. ഓ, അത് ശരി. അപ്പൊ കൂട്ടത്തോടെയുള്ള ആക്രമണമാണല്ലേ? അല്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ പറയാം. വേലായുധൻ എന്റെ സുഹൃത്താ. അവന്റെ മോളുടെ കല്യാണത്തിനായി ഞാൻ പൈസ വിഷ്ണുവോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണു കൊടുക്കാന്നും പറഞ്ഞതാ. പക്ഷെ അതിനിടയിൽ അയാളെ ആരോ കുത്തി. അതിന്റെ പേരിലുണ്ടായ പുകിലാണ് ഇവിടെ ഇപ്പൊ കണ്ടതൊക്കെ. ആരാ ഈ നസീർ?